കരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല ഈറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്കു കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 8-ാം തീയതി ഈ രാത്രിയിൽ, ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ ആദ്യ ശിഷ്യന്മാരെ കുറിച്ചാണ്. എപ്രകാരമാണ് ഈശോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാണ്. ഈശോ അവരുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ വള്ളങ്ങളിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. എന്തിനാണ് ഈ വല കഴുകുന്നത്? വല എങ്ങനെയാണ് അഴുക്കാകുന്നത്? മീൻ പിടിക്കുന്നതിന് വേണ്ടി കടലിൽ വലയെറിയുമ്പോൾ വലയിൽ ഈ കടലിലുള്ള ചപ്പും ചവറും എല്ലാം ഇങ്ങനെ പറ്റിപ്പിടിക്കും, അഴുക്കാവും.
മീൻ മാത്രമല്ല അതിനകത്ത് കിട്ടുന്നത്. വല വീശിക്കഴിയുമ്പോൾ അതിൽ ആ കടലിലുള്ള ചപ്പും ചവറും അഴുക്കുകളൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോ മീൻപിടിത്തക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഓരോ പ്രാവശ്യവും കരക്കടുപ്പിച്ചതിന് ശേഷം, മത്സ്യങ്ങളൊക്കെ ശേഖരിച്ച് മാറ്റിയതിന് ശേഷം ഈ വലയുടെ അഴുക്ക് കഴുകിക്കളയുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ അഴുക്ക് കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്കാണ് ഈശോ കടന്നു ചെല്ലുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെ പലതും പിടിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിത സാഗരം നമ്മൾ ഇങ്ങനെ പലതും നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിത വല വീശി പലതും ഒക്കെ നേടിയെടുത്ത് കഴിയുമ്പോ അതിന്റെ കൂടെ കുറെ അഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും ഈ ശുഭരാത്രി വചന ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്ന, വചനം വായിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് അതിനെ വെറുത്തുപേക്ഷിച്ച് അതിനെ വേണ്ട എന്ന് വെച്ച് അതിന് പരിഹാരമായി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ വല കഴുകുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി. നമ്മുടെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പാപത്തിന്റെ അഴുക്കുകള്, കറകള്, കളങ്കങ്ങള് കഴുകി തേച്ച് തിരുമ്മി കഴുകി കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒരു ദിവസം ചെയ്താൽ പോരാ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, എല്ലായ്പ്പോഴും ചെയ്യേണ്ട, അനുദിനം ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മനസാക്ഷിയെ പരിശോധിച്ചിട്ട് ഇന്ന് എനിക്ക് വന്നുപോയ കുറവുകൾ, ഇന്ന് എന്റെ ജീവിതത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും ഒക്കെ കടന്നുകൂടിയ പാപത്തിന്റെ അഴുക്കുകള് അത് ഇന്ന് തന്നെ കഴുകിക്കളയണം. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും ശരീരത്തെ വൃത്തിയാക്കുന്നതിന് വേണ്ടി കുളിക്കുന്നത് പോലെ ആത്മാവിനെ വൃത്തിയാക്കുന്നതിന് വേണ്ടി സ്നാനം ചെയ്യലാണ് ഈ മനസാക്ഷിയെ പരിശോധിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ ഈ അഴുക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കുള്ള വള്ളം അവരുടെ മെറ്റീരിയൽ പൊസഷനാണ്, അവരുടെ സാമ്പത്തികമായ ഒരു സമ്പാദ്യമാണ് അവരുടെ വള്ളം. ആ വള്ളം എനിക്ക് തരുമോ? പത്രോസ് വള്ളം കൊടുത്തു. അതായത് അവന്റെ സമ്പാദ്യം കൊടുക്കാണ്, അവനുള്ളത് കൊടുക്കാണ്. ഹല്ലേലൂയ. അതിനുശേഷം അവനുള്ളത് കൊടുത്തു. ഈശോ അത് ഉപയോഗിച്ച് വചനം പ്രഘോഷിച്ചു. അതിനുശേഷം ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ വള്ളത്തെ കുറച്ചുകൂടെ കരയിൽ നിന്ന് മാറ്റിയിടുക. നിങ്ങളുടെ ഉള്ളത് മാത്രം എനിക്ക് തന്നാ പോരാ, നിങ്ങളുടെ നല്ല മനസ്സുകൂടെ എനിക്ക് തരണം. ഉള്ളതും ഉള്ളവും എനിക്ക് തരണം ഈശോ പറയുകയാണ്. അപ്പോ ഉള്ളതും ഉള്ളവും കൊടുക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതിനുശേഷം ഈശോ പറയുകയാണ്, ഉള്ളതും ഉള്ളവും മാത്രം പോരാ, നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ, അതായത് നിങ്ങളുടെ ഇന്റലക്ട്, നിങ്ങളുടെ ബുദ്ധി ഒക്കെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ തന്നു എന്നുള്ളത് ശരിയാണ്, ഇനി നിങ്ങൾ അനുസരിക്കണം. ഈശോ പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ എന്ന് പറയുമ്പോ പത്രോസ് ചിന്തിച്ചിട്ടുണ്ട്, ആഴത്തിലേക്ക് തന്നെയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശിയത്. മീനുള്ള സ്ഥലം, ആഴമുള്ള സ്ഥലം, ഞങ്ങൾ ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും പരിചയമുള്ള ഞങ്ങള് ഇന്നലെ മുഴുവൻ വല വീശി. രാത്രിയാണ് മീൻ പിടിക്കാൻ നല്ല സമയം, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ സമയമൊന്നും അത്ര നല്ലതൊന്നുമല്ല. തക്കം എന്ന് പറയും, മീൻ പിടിക്കാനായിട്ട് ശരിയായിട്ടുള്ള സമയത്തെ പറയുന്ന ഒരു മീൻപിടുത്തക്കാര് പറയുന്ന വാക്കാണ് തക്കം. ഇപ്പൊ തക്കത്തിന്റെ സമയമല്ല, കിട്ടുന്ന സമയമല്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ അനുഭവങ്ങള്, ഞങ്ങളുടെ ഇന്നലകളിൽ വരെ എന്താണ് സംഭവിച്ചതെന്നത്, ഇന്നലെ രാത്രി വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ മറന്നിട്ട് ഇന്ന് നീ പറയുന്ന വാക്ക് കേട്ട്, നീ പറയുന്ന വചനം കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ
വീണ്ടും ഞങ്ങൾ ഇതാ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ ഉള്ളത് കൊടുത്തു, ഉള്ളം കൊടുത്തു, തനിക്കുള്ളതൊക്കെ മറന്ന് അവന് വേണ്ടി തന്നെ തന്റെ ജീവൻ അങ്ങോട്ട് കൊടുക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കൊടുത്ത് ഈശോയുടെ വചനം ഇപ്പൊ അവന്റെ ചിന്തകളില് സ്വന്തം അനുഭവങ്ങളൊന്നുമില്ല, സ്വന്തം അനുഭവങ്ങൾ, പരിചയം, അങ്ങനെ ഒന്നുമില്ല. തന്റെ പരാജയങ്ങളുടെ ഭാരമില്ല, ആന്തരിക മുറിവുകളില്ല, ഒന്നുമില്ല. അവന്റെ മനസ്സിൽ ഉള്ളത് മുഴുവൻ ഈശോയുടെ വചനമാണ്. ഈശോയാണ് അവന്റെ മനസ്സിലുള്ളത്. അങ്ങനെ അവൻ വലവീശിക്കഴിഞ്ഞപ്പോൾ അവന്റെ വഞ്ചിയും നിറഞ്ഞു. അത് നിറഞ്ഞു മുങ്ങാറാവുന്നോളം നിറച്ചു. അടുത്ത വഞ്ചിക്കാരെ വിളിച്ചു, അതും നിറഞ്ഞു. ഹല്ലേലൂയ. വചനത്തിന്റെ അർത്ഥം ഇതാണ്: നീ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ നിന്റെ വള്ളം മാത്രമല്ല സമൃദ്ധി കൊണ്ട് നിറയുന്നത്, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും സന്തോഷം കൊണ്ട് നിറയും, സ്നേഹം കൊണ്ട് നിറയും, സമാധാനം കൊണ്ട് നിറയും, അനുഗ്രഹങ്ങൾ കൊണ്ട്. നിന്റെ കൂടെ നിൽക്കുന്നവരുടെ ഒക്കെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറയപ്പെടും. നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാവും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നിനക്ക് മാറ്റം വന്നാൽ നിന്റെ കൂടെയുള്ളവർക്ക്, നിന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ സമൃദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ചിന്തിക്കുന്നത് ഈ സമൃദ്ധിയെ കുറിച്ചല്ല. കർത്താവേ, ഇങ്ങനെയൊക്കെ കിട്ടാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല. അവന്റെ പാപങ്ങളെ കുറിച്ച് ബോധ്യം വന്നു. വെളിച്ചമുള്ളപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അഴുക്കെവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു മുറിയിൽ, അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ നമ്മളൊരു ജനാല് തുറക്കുമ്പോൾ ആ ജനാലയിലൂടെ ഇരച്ചു കയറുന്ന പ്രകാശം, ആ പ്രകാശത്തില് നമ്മള് ആ അന്തരീക്ഷത്തിലുള്ള പൊടി കാണാറില്ലേ? അതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ പൊടി, അല്ലെങ്കിൽ ഈ അന്തരീക്ഷവായു നോക്കുമ്പോൾ ഒരഴുക്കുമില്ല, പക്ഷെ ഒരു വെളിച്ചം ഇതിലൂടെ കടന്നു പോകുമ്പോ ദൂരം പൊടിയാണ്. അപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഈശോ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മീൻ പിടിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് പിടിക്കുന്നത്. പക്ഷേ മനുഷ്യരെ പിടിക്കുന്നത് എന്തിനാണ്? കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ജീവനുള്ള മീനെ പിടിച്ച് കൊന്ന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പിടിക്കാണ്. പക്ഷേ ഏത് മനുഷ്യനെയാണ് പിടിക്കേണ്ടത്? പാപത്തിൽ കഴിയുന്ന, അതായത് മരണത്തിൽ കഴിയുന്ന മനുഷ്യൻ, ചത്ത മനുഷ്യനെ പിടിച്ചിട്ട് അവന് ജീവൻ കൊടുക്കുന്നവനാക്കാം. നീ ഇത്രയും നാള് ജീവിക്കുന്ന മീനെ പിടിച്ചിട്ട് അതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ല നിന്റെ പണി, നീ ചത്തതിനെ പിടിച്ച് ജീവൻ കൊടുക്കുന്ന പണി ഞാൻ നിനക്ക് തരാം, എന്റെ പിറകെ വാ. പത്രോസും കൂട്ടരും ആ നിറഞ്ഞു കിടക്കുന്ന വഞ്ചി, മത്സ്യം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സമൃദ്ധിയാണ്, അത് ഉപേക്ഷിച്ചിട്ട് അതെന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈശോയുടെ പിറകെ പോയതിന്റെ ചരിത്രമാണ് നമ്മെ ഇന്ന് ഈ രാത്രിയിൽ പ്രചോദിപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുള്ളത് കർത്താവിന് കൊടുക്കാൻ മറന്നുപോയ സമയങ്ങളുണ്ട്. നമ്മുടെ ഉള്ളം കൊടുക്കാൻ മറന്നുപോയ സമയമുണ്ട്. നമ്മെ തന്നെ മറന്ന് കർത്താവിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ പരാജയപ്പെട്ടു പോയ ഒത്തിരിയേറെ സമയങ്ങളുണ്ട്. നമുക്ക് അനുഭവിക്കാം. നമ്മുടെ ഈ ജീവിതയാത്രയിൽ പലതും നേടിയെടുക്കാനുള്ള, പലതും സ്വന്തമാക്കാനുള്ള ഈ യാത്രയിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ പാപത്തിന്റെ കറകൾ, കളങ്കങ്ങൾ വന്ന് പതിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ വല കഴുകിയതുപോലെ നമ്മുടെ മനസ്സിനെ കഴുകാനുള്ള ഒരു സമയമാണിത്. നമുക്ക് കരങ്ങൾ ഉയർത്തി വന്നുപോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത്, ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ 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 കരമടിച്ച് സ്തുതിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് ദൈവമക്കളെ നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. നന്ദി 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 നന്ദി. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവർക്ക് വേണ്ടി, പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടി, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാസികളായി വിദേശങ്ങളിൽ കഴിയുന്ന അനേക ലക്ഷം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയിൽ ഇവിടെയും ഓൺലൈനിലുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ പ്രത്യേകമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. വന്ധ്യമായ ഉദരങ്ങളെ സമർപ്പിക്കണം, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം, കൈക്കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ യുവതി യുവാക്കളെ സമർപ്പിക്കണം, ജോലി അന്വേഷിക്കുന്നവരെ സമർപ്പിക്കണം, പരീക്ഷകൾ പല പ്രാവശ്യം എഴുതിയത് പരാജയപ്പെട്ടതിന്റെ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കണം. ഈശോയെ ഇടപെടണമേ, ബന്ധനങ്ങൾ അടിയട്ടെ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, അഭിഷേകം വർഷിക്കണം. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നമുക്ക് മുട്ടുകുത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് സമൃദ്ധി നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ വിളിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ ഞായറാഴ്ച കൂടുതൽ തീഷ്ണതയോടുകൂടെ ഉണർവോടെ എഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.